തീരുമാനമെടുക്കാനുള്ള കഴിവ് അവനില്ല എന്ന് നമുക്ക് ബോധ്യമുണ്ടായിട്ട് പോലും നമ്മൾ ചെറിയ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് 18 വയസ്സിൽ താഴെയുള്ള, ഇന്ത്യൻ ഭരണഘടന പ്രകാരം 18 വയസ്സിൽ താഴെയുള്ള ആളുകൾ പക്വത എത്തിയിട്ടില്ല. ശരിക്കും യഥാർത്ഥത്തിൽ 18 വയസ്സായവന് പക്വത എത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണന്മാരതിന് മറുപടി പറയേണ്ടത്. എത്തുമോ? ഇപ്പോഴത്തെ കണക്കിന് ഇല്ല എന്ന് തന്നെ പറയാം അല്ലേ? കാരണം ഏറ്റവും കൂടുതൽ വാഹനാപകടത്തിൽ മരിച്ച ആളുകളുടെ വയസ്സ് നോക്കിക്കഴിഞ്ഞാൽ 23 വയസ്സിൽ താഴെയുള്ള ആളുകളാണ്. 23 വയസ്സിൽ താഴെയുള്ള ആളാണ് ഏറ്റവും കൂടുതൽ അപകട മരണത്തിന് ഇരയാവുന്നത്. അപ്പൊ പക്വതയുടെ ഒരളവ് തൽക്കാലം നമുക്ക് വേണമെങ്കിൽ അത് വെച്ച് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ 23 ആണെന്ന് പറയാം. പക്ഷെ ഏതായാലും ഭരണഘടനയിൽ അങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ അതിനെ വെല്ലുവിളിക്കാൻ പോകുന്നില്ല. അത് തന്നെ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ? ഞാൻ വേങ്ങരയച്ച് വാഹനം പരിശോധിക്കുന്ന സമയത്ത് ഒരു സ്കൂൾ കുട്ടിയെ കൈ കാണിച്ച് നിർത്തി, മോട്ടോർ സൈക്കിൾ കൈ കാണിച്ച് നിർത്തിയിട്ട് അവനോട് പറഞ്ഞു, എവിടുക്കാൻ മോനെ പോക്ക് ചോദിച്ചു. ഞാൻ സ്കൂൾക്ക് പോകാന്ന് പറഞ്ഞു. ആരതാ വണ്ടി എന്ന് ചോദിച്ചു. വാപ്പാൻ്റെ ആണ് വണ്ടി എന്ന് പറഞ്ഞു. വാപ്പ എവിടെയെന്ന് ചോദിച്ചു. വാപ്പ ഗൾഫിലാണ്. വീട്ടിൽ ആരാൾ ചോദിച്ചു. ഉമ്മ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഫൈൻ അടക്കാൻ പൈസ ഉണ്ടോ ചോദിച്ചു. നിന്റെ കയ്യിൽ ഫൈനൊന്നും കണക്കൂട്ടില്ല. അപ്പം ചോദിച്ചു എത്ര ആവും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 5000 റുപ്യ ആവും എന്ന് പറഞ്ഞു. അപ്പോൾ പോക്കറ്റിന് 5000 റുപ്യ വലിച്ചെടുത്തു. ഞങ്ങളെ കയ്യിലൊക്കെ 5000 റുപ്യ ഉണ്ടായാലും 1-ാം തീയതി 2-ാം തീയതി ഒക്കെയാണ്. ശമ്പളം കിട്ടിയ ഉടനെ ഉണ്ടാവും. അത് എല്ലാവർക്കും കൊടുത്ത് അതാണ് വീതം വെച്ച് അത് കഴിഞ്ഞു. ഇവൻ ഈ പോക്കറ്റിൽ നിന്ന് സ്കൂളിൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ 5000 രൂപ ഒന്നിച്ചെടുത്തുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു 5000 രൂപ അടച്ചു നേരിട്ട് വണ്ടി വിടാൻ പറ്റില്ല. വണ്ടിയുടെ ഉടമ അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള ഉത്തരവാദിത്തപ്പെട്ട നിന്റെ രക്ഷിതാവ് വന്നെങ്കിലേ വണ്ടി വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വണ്ടി വേങ്ങര പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവന്റെ ഉമ്മയും അമ്മാവൻ കൂടി അവിടെ വന്നു, തിരുരങ്ങാടി. ഞാൻ ഇവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കുട്ടികൾക്ക് ഇത്ര അധികം പൈസ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഉമ്മ പറഞ്ഞത്, ഞാൻ ഇവന് ഒരു ദിവസം 10 രൂപ മാത്രമേ കൊടുക്കാറുള്ളൂ. രാവിലെ ട്യൂഷന് പോവും, അത് കഴിഞ്ഞ് സ്കൂൾ പോവും. കുട്ടികളല്ലേ, എന്തെങ്കിലും കുറച്ച് തിന്നോട്ടെ എന്ന് കരുതിയിട്ട്, അങ്ങനെ തന്നെ ഉമ്മ പറഞ്ഞ വാക്ക്, എന്തെങ്കിലും കുറച്ച് തിന്നോട്ടെ എന്ന് കരുതിയിട്ട് 10 രൂപ കൊടുക്കാറുണ്ട് എന്നാണ്. ഞാൻ ഇവന്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ തന്നെ ഇവന്റെ ഒരു പരിങ്ങലൊക്കെ കണ്ടു. അവസാനം ഇവൻ അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയിട്ട് ഒന്ന് വിരട്ടി പോകാൻ പറഞ്ഞു, ഉമ്മാന്റെ ATM കാർഡ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കൊണ്ടുപോകാറുണ്ട്. ഞാൻ വീട്ടിൽ നിർത്തിയില്ല, നേരെ ഇവനെ ഉമ്മാനെയും അമ്മാവനെയും കൂടി ബാങ്കിലേക്ക് വിട്ടു. സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് ഇന്നത്തെ വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കണക്ക് കൂട്ടിയപ്പോഴാണ് 6 മാസത്തിനുള്ളിൽ 1.5 ലക്ഷത്തോളം രൂപ വാപ്പ അക്കൗണ്ടിൽ, വാപ്പ ഗൾഫിൽ നിന്ന് കാശ് അക്കൗണ്ടിൽ ഇടുന്നു. ഉമ്മ ചെലവിന് വേണ്ടി ഇവന്റെ കയ്യിൽ ATM കൊടുക്കും, 5000 ഇവന് കൊടുക്കും, 1.5 ലക്ഷത്തോളം രൂപ എടുത്തിരിക്കുന്നു. ഞാൻ അമ്മാവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവന്റെ പുറത്തൊരു നിരീക്ഷണം നിങ്ങൾക്ക് വേണം. കാരണം ഈ പണത്തിന്റെ വരവ് നിന്നു കഴിഞ്ഞാൽ അവൻ മറ്റെന്തെങ്കിലും സോഴ്സ് തേടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. നാളത്തെ 1-ാം നമ്പർ ക്രിമിനലായിട്ട് ഈ കൊച്ചുപയ്യൻ, വലിയോറക്കാരനാ, ഈ കൊച്ചുപയ്യൻ മാറും. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. നാട്ടിൽ ഏത് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിലും ഇന്ന് അതിന്റെ പിന്നിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടാവും, ഒരു വാഹനം ഉണ്ടാവും. ഇത് രണ്ടും ഇല്ലാത്ത ഒരു ക്രിമിനൽ കേസും ഇന്ന് നാട്ടിലില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് സാഹചര്യം ഉണ്ടായിക്കോട്ടെ, സാഹചര്യമാണ് ചിലപ്പോൾ നമ്മൾ വണ്ടി കൊടുത്തയക്കാനിടല്ലേ. ഈ വണ്ടി കൊടുത്തയച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ദുരുപയോഗം ചെയ്യും, യാതൊരു തർക്കവുമില്ല. എടവണ്ണയിൽ നടന്നൊരു സംഭവം കൂടി പറയാം. എടവണ്ണയിൽ ഒരു സ്കൂളിലെ ടീച്ചറുടെ ഒരു ഏക മകനുണ്ട്, സ്കൂൾ ടീച്ചറാ. ടീച്ചർ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ്, ടീച്ചർ സ്കൂട്ടറുള്ള സ്കൂളിൽ പോലെ ഇവൻ രാവിലെ ട്യൂഷന് പോകും. ടീച്ചർ രാവിലെ എഴുന്നേൽക്കാൻ വൈകിപ്പോയി. 5-6 വർഷം മുമ്പ് നടന്ന സംഭവം. എഴുന്നേൽക്കാൻ വൈകിപ്പോയി. അപ്പൊ ഇവൻ പറഞ്ഞു ഞാൻ ഇന്ന് ട്യൂഷൻ പോകുന്നില്ല. അപ്പൊ അമ്മ പറഞ്ഞു, ട്യൂഷൻ പോയില്ലെങ്കിൽ ശരിയാവില്ല, നീ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ സ്കൂട്ടർ എടുത്തിട്ട് പോയിക്കോ. അമ്മയുടെ സ്കൂട്ടർ എടുത്ത് ട്യൂഷന് പോയി. ഭാഗ്യത്തിന് അവൻ അന്ന് ജീവനോടെ വീട്ടിൽ തിരിച്ചു വന്ന് ഇവന് തോന്നി, ഇവന് ട്യൂഷൻ സെന്ററിൽ ചെന്നപ്പോൾ അവന്റെ കൂട്ടുകാരൊക്കെ ഇവനെയും വണ്ടിയെയും വളയാൻ തുടങ്ങി. ഇവൻ അവിടുത്തെ ഹീറോ ആയി മാറി. ഇവൻ തോന്നി ഇത് നല്ലൊരു ഏർപ്പാടാണ്, ആർക്കും വലിയ നഷ്ടമൊന്നുമില്ല, അമ്മയ്ക്ക് സ്കൂൾ പോകാനാകുമ്പോഴത്തേന് വണ്ടി തിരിച്ചെത്തും ചെയ്യും. അടുത്ത ദിവസം ഇവൻ മനഃപൂർവ്വം നേരം വൈകിട്ട് പറഞ്ഞു, ഞാൻ ട്യൂഷന് പോകുന്നില്ല. അപ്പൊ ഇവൻ അമ്മയോട് പറഞ്ഞു, ഞാൻ ട്യൂഷൻ പോകുന്നില്ല. അമ്മ പറഞ്ഞു, അത് പറ്റില്ല, ട്യൂഷന് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മയുടെ വണ്ടിയായിട്ട് പോട്ടെ എന്ന് വെച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, നിനക്ക് പ്രായമായിട്ടില്ല, പക്വത എത്തിയിട്ടില്ല, ലൈസൻസ് ഇല്ല, നീ വണ്ടിയായിട്ട് പോകാനായിട്ടില്ല. അപ്പൊ ഇവൻ ചോദിച്ചു, ഇന്നലെ എനിക്കിതൊക്കെ ഉണ്ടായിരുന്നോ? ഈ ചോദ്യത്തിനുള്ളിൽ അമ്മയ്ക്ക് ഉത്തരം മുട്ടി മനസ്സോടെ സമ്മതിച്ചു. 3 ദിവസം പോയി. 3-ാമത്തെ ദിവസം പോകുമ്പോൾ അവൻ കൂട്ടുകാരനെയും കൂടി പുറകെ കയറ്റിയിരുന്നു. വഴിക്കടവിലേക്ക് പോകുന്ന ഒരു ബസ്സിന്റെ അടിയിലേക്ക് ഇവർ 2 പേരും കൂടി പോയി. ആ 2 പേരും നമ്മുടെ കൂടെ ജീവിച്ചിരിപ്പില്ല. അപ്പൊ ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ കുട്ടികൾ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കുട്ടികൾക്ക് അപകടമൊന്നും പറ്റിയില്ല എന്ന് വരാം. പക്ഷേ ഈ കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റു വാഹനക്കാർ ശ്രമിക്കുന്നതിനിടയിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കോടൂർ 2 ബസ് തമ്മിൽ കൂട്ടിയിടിച്ചത് ഏതാണ്ട് ഒരു വർഷമായിട്ടുള്ളൂ. ഒരു കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിലാണ് ഇടിച്ചത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യാതൊരു കാരണവശാലും പക്വതയില്ലാത്ത, പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ നല്ല ബുദ്ധിയാണ്, അതൊക്കെ സംബന്ധിച്ചു. നിങ്ങൾ ആപ്പിളിന്റെ പുതിയൊരു മൊബൈൽ വാങ്ങിയിട്ട് LKG-കാരൻ്റെ കൊടുത്തു നോക്കും, അവൻ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനാടി കൂടുതൽ കൈകാര്യം ചെയ്യും.
ഞങ്ങളോടൊക്കെ പലപ്പോഴും പറയാറുണ്ട്, വഴിയിൽ വെച്ച് വണ്ടി തെരഞ്ഞെടുത്ത് രക്ഷിതാവിനെ വിളിച്ചു നിർത്തുമ്പോൾ പറയാറുണ്ട്, അവൻ നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു ലൈസൻസ് ഓനും കൂടി ഞാൻ കൊടുത്തൂടെ എന്നാ ചോദിക്കല്. പക്ഷേ അതിനുള്ള മറുപടി ഇത്രയേ ഉള്ളൂ, പക്വത ഇതൊരു വല്ലാത്ത ഘടകമാണ്, അല്ലാതെ വണ്ടി ഓടിക്കാനുള്ള കഴിവ് മാത്രമല്ല.